നോക്കൂ, നമ്മൾ ഈ ചർച്ചയിൽ എന്താ പറയുന്നത്, ഇദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാര്യം ഇവരാരും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രശ്നം ഉണ്ടായെന്നുള്ളതാണ്. അങ്ങനെയല്ല ഇതിന്റെ സത്യം. അങ്ങ് കുറെ കൂടി ദൈക്ഷണികമായിട്ടുള്ള സത്യസന്ധത കാണിക്കണം. അങ്ങ് വഖഫ് സംരക്ഷണ സമിതിയുടെ ചുമതലയിലുള്ള ആളല്ലേ? വഖഫ് സംരക്ഷണ സമിതിയല്ലേ ഹൈക്കോടതിയെ സമീപിച്ചത്? ഞാൻ ഇതിന്റെ ചരിത്രം പറയാം. ഈ 1961 മുതൽ 1990 വരെയുള്ള ഒരു വ്യവഹാരത്തിലും, കോടതി വ്യവഹാരത്തിലും ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന സംവിധാനം കക്ഷിയല്ല. ഈ ഭൂമി കൈമാറ്റം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലും വഖഫ് ബോർഡിൽ കക്ഷിയല്ല. വഖഫ് ബോർഡ് ഈ ചിത്രത്തിലേക്ക് വരുന്ന എപ്പോഴാണ്? 2005 നാസർ മലയിൽ എന്ന് പറയുന്ന മുൻ വഖഫ് ബോർഡ് അംഗവും ഇവർ കൂടി പ്രതിനിധാനം ചെയ്യുന്ന വഖഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന കൂട്ടായ്മയുടെ അംഗവുമായിട്ടുള്ള നാസർ മലയിൽ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എം എ നിസാർ അധ്യക്ഷനായിട്ടുള്ള മുൻ ഹൈക്കോടതി ജഡ്ജി എം.എ. നിസാർ അധ്യക്ഷനായിട്ട് 2007 വി.എസ്. അച്യുതാനന്ദൻ ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷൻ കേരളത്തിലെ വഖഫ് ഭൂമി വല്ലതും അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് പഠിച്ചു. ആ പഠിച്ചതിൽ കേരളത്തിൽ 600 ഏക്കർ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂമി കാണിച്ചത് മുനമ്പത്തെ ഭൂമിയാണ്, 400 ഏക്കർ. പക്ഷെ ആ റിപ്പോർട്ടിൽ ഈ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് എം.എ. നിസാർ കമ്മിറ്റി പറയുന്നില്ല. ഈ ഭൂമി വഖഫ് ഭൂമിയാണെന്നൊരു ക്ലെയിം ഉന്നയിക്കാൻ സാധിക്കും, വേണമെങ്കിൽ അങ്ങനെ ഒരു ക്ലെയിം ഉന്നയിക്കാൻ സാധിക്കും എന്നുള്ള സൂചനയാണ് എം.എ. നിസാർ കമ്മിറ്റി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ 2009 ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്താണ്? അന്യാധീനപ്പെട്ടു പോയിട്ടുള്ള വഖഫ് ഭൂമി തിരിച്ചു പിടിക്കണമെന്ന്. 2015 ഇവർ വീണ്ടും ഈ നാസർ മലയിൽ തന്നെ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. അന്നത്തെ സർക്കാരിന്റെ ഉത്തരവ് നടപ്പാക്കിയിട്ടില്ല, അന്യാധീനപ്പെട്ടു പോയിട്ടുള്ള വഖഫ് ഭൂമി തിരിച്ചു പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നാസർ മലയിൽ ഹൈക്കോടതിയിൽ പോയി. 2016 ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ സർക്കാരിന്റെ ഉത്തരവ് പാലിക്കപ്പെടണം. സർക്കാർ 2009 പുറപ്പെടുവിച്ചുള്ള ഉത്തരവ് പാലിക്കണം, വഖഫ് ഭൂമി തിരിച്ചു പിടിക്കണം. അല്ലാണ്ട് ഹൈക്കോടതിയിൽ രണ്ട് പക്ഷവും കേട്ടതിന് ശേഷമല്ല, ഓൾറെഡി നിലനിൽക്കുന്ന ഒരു സർക്കാർ ഉത്തരവ് നടപ്പാക്കിയില്ലെന്ന് പറഞ്ഞ് ഇവർ തന്നെ ഹൈക്കോടതിയിൽ പോയിട്ട് ഹൈക്കോടതിയെ കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 2019 വഖഫ് ബോർഡ് ഭൂമി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തു. വഖഫ് നിയമത്തിലെ സെക്ഷൻ 41 പ്രകാരം വഖഫ് ബോർഡിന് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്യാൻ ആ വ്യക്തിയെ കേൾക്കേണ്ട ആവശ്യമില്ല. ട്രസ്റ്റുകളുടെയോ സൊസൈറ്റികളുടെയോ ഭൂമിയാണെങ്കിൽ മാത്രമേ നോട്ടീസ് അയക്കേണ്ട ആവശ്യമുള്ളൂ. 2019 വഖഫ് ബോർഡ് ഈ മുനമ്പത്തെ 400 ഏക്കർ ഭൂമി വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് കരമടയ്ക്കാൻ കഴിയാണ്ട് വന്നത്. അദ്ദേഹം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഇവർക്ക് ഇപ്പം എന്താ പ്രശ്നം, കരമടയ്ക്കാൻ പറ്റാതെ വന്നതല്ലേന്ന്. കരമടയ്ക്കാൻ പറ്റാതായത് എങ്ങനെയാ? നിങ്ങളുടെ വഖഫ് സംരക്ഷണ സമിതി മുനമ്പത്തെ ഭൂമി തിരിച്ചു പിടിക്കുന്നതുകൊണ്ട് വഖഫ് ബോർഡിന് പോലും കേസില്ലാതിരുന്ന സമയത്ത് നിരന്തരമായിട്ട് സർക്കാരിലേക്കും കോടതിയിലേക്കും പരാതി കൊടുത്തിട്ട് അവസാനം കോടതിയിൽ നിന്നൊരു ഉത്തരവ് മേടിച്ചിട്ട് അവസാനം വഖഫ് ബോർഡ് എന്തായാലും ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഭൂമിയാണല്ലോ, ഇന്നിപ്പോൾ നമ്മളായിട്ട് രജിസ്റ്റർ ചെയ്യാണ്ടിരിക്കേണ്ടതെന്ന് വേണ്ടി 2019 സ്വന്തം രീതിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടത്. ഇത് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ദൈക്ഷണികമായിട്ടുള്ള സത്യസന്ധതയെങ്കിലും കാണിക്കണം. നിങ്ങൾക്ക് തമിഴ്നാട്ടിലെ രാജഗോപാലിനെ കഥ അറിയോ? തിരുച്ചെന്തുരൈ എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള രാജഗോപാൽ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് തൻ്റെ പൂർവികർ കൈവശം വെച്ച് വരുന്ന കൃഷിഭൂമി തൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വിൽക്കാൻ വേണ്ടി പോയി. രജിസ്റ്റർ ഓഫീസിൽ പോയപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് പറഞ്ഞു, ഈ ഭൂമി വിൽക്കാൻ പറ്റില്ല, ഭൂമി വിൽക്കണമെങ്കിൽ എന്ത് വേണം? വഖഫ് ബോർഡിന്റെ NOC വേണം. അദ്ദേഹം ആലോചിച്ചു എങ്ങനെയാണ് സംഭവിക്കുക? കാരണം ഇത് എത്രയോ തലമുറകളായിട്ട് തൻ്റെ പൂർവികർ അനുഭവിച്ചു വരുന്ന കൃഷിഭൂമിയാണ്. ഈ നാട്ടിൽ ഈ തിരുച്ചിന്തരൈ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു മുസ്ലിം പോലും ഇല്ല. ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരു മുസ്ലിം ഭരണാധിപത്യത്തിന് കീഴോ ജന്മിത്വത്തിന് കീഴോ ഗ്രാമം വന്നിട്ടില്ല. ആ നാട്ടിൽ പോലും ഒരു മുസ്ലിം അപ്പം ജീവിക്കുന്നില്ല. പിന്നെ എങ്ങനെ ഇത് വഖഫ് ഭൂമിയായി? ഇദ്ദേഹം അന്വേഷിച്ചു പോയപ്പോൾ അയാളുടെ 1.5 ഏക്കർ ഭൂമി മാത്രമല്ല, തിരുച്ചെന്തുരൈ എന്ന് പറയുന്ന ഗ്രാമം മുഴുവൻ വഖഫ് ഭൂമിയാണ് എന്നാണ് വഖഫ് ബോർഡ് അവകാശപ്പെടുന്നത്. തിരുച്ചെന്തുരൈ മാത്രമല്ല, തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു ജില്ലയിലെ 18 ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ട് വഖഫ് ഭൂമിയാണ്. തമാശ കേൾക്കണം, ഈ തിരുച്ചെന്തുരൈ എന്ന് പറയുന്ന ഗ്രാമത്തിൽ രാജേന്ദ്ര ചോളന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മാനേന്ത്യവള്ളി ചന്ദ്രശേഖര സ്വാമി എന്ന് പറയുന്ന 1500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമുണ്ട്. ഇസ്ലാം മതം ഉണ്ടായിട്ട് 1414 കൊല്ലമായിട്ടേ ഉള്ളൂ. അതിന് മുൻപേയുള്ള ക്ഷേത്രം വഖഫ് ഭൂമിയാണെന്നാണ് പറയുന്നത്. ഇപ്പൊ രാജ്യത്തെ എത്ര ഭൂമി അനധികൃതമായിട്ട് ഇവർ വഖഫ് ഭൂമിയാണെന്നുകൊണ്ട് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരെ പോലും കേൾക്കണ്ട. അത് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, വഖഫിന് അങ്ങനെ ഏത് ഭൂമി വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാനുള്ള അധികാരമില്ലെന്ന്. ദയവായി കേൾക്കണം. വഖഫ് നിയമത്തിലെ സെക്ഷൻ 40, ഡിസിഷൻ ഇഫ് എ പ്രോപ്പർട്ടി ഈസ് വഖഫ് ഓർ നോട്ട്, ദ ബോർഡ് മേ itself collect information regarding any property which it has reason to believe to be waqf property, and if any question arises whether a particular property is waqf or not, the board may
ആഫ്റ്റർ മേക്കിംഗ് സച്ച് ഇൻക്വയറി ആസ് ഇറ്റ് മേ ഡീം ഫിറ്റ് ഡിസൈഡ് ദ ക്വസ്റ്റ്യൻ. അതായത് ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നൊരു ചോദ്യം വന്നാൽ വഖഫ് ബോർഡിന് തന്നെ തനിക്ക് യുക്തമാണെന്ന് തോന്നുന്ന എന്തെങ്കിലും പരിശോധന നടത്തിയിട്ട് അതിൻ്റെ സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാം, എന്ത് ഈ ഭൂമി വഖഫാണോ അല്ലയോ. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ, ഒരു ഭൂമി വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് വഖഫ് ഭൂമി അല്ലെന്ന് പിന്നെ അതിന്റെ ഉടമസ്ഥൻ തെളിയിക്കണം. സാധാരണഗതിയിൽ നിയമത്തിൽ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരു ആരോപണം ഉന്നയിക്കുന്ന ആളെ തെളിയിക്കണം. നാളെ നിങ്ങളുടെ ഭൂമിയുടെ മുകളിൽ ഞാൻ അവകാശം ഉന്നയിച്ചാൽ എനിക്ക് എങ്ങനെ അവകാശം വന്നു എന്ന് ഞാൻ തെളിയിക്കണം. വഖഫ് ബോർഡിന് അതിന്റെ ആവശ്യമില്ല. വഖഫ് ബോർഡ് ഏതെങ്കിലും ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ ഉടമസ്ഥ പോയി തെളിയിക്കണം, ഇത് വഖഫ് ഭൂമിയല്ല, ഇത് എന്റെ ഭൂമിയാണ് എന്ന്. അതിനുവേണ്ടി ഇയാൾ ഈ കോടതി മുഴുവൻ കയറി തിരക്കണം. പിന്നെ സിവിൽ കോടതികളെ സമീപിക്കാൻ അങ്ങ് പറഞ്ഞു, അതും തെറ്റാണ്. വഖഫ് നിയമത്തിലെ സെക്ഷൻ 85 ബാർ ഓഫ് ജുറിസ്ഡിക്ഷൻ ഓഫ് സിവിൽ കോർട്സ്, വഖഫുമായി ബന്ധപ്പെട്ടിട്ട വിഷയങ്ങളിൽ സിവിൽ കോടതികൾക്ക് ജുറിസ്ഡിക്ഷൻ ഇല്ല. അങ്ങനെയാണ് ഈ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ട്രിബ്യൂണലിൽ മാത്രം പെട്ടെന്ന് എനിക്ക് ഇവരിലേക്ക് പോകണം. അദ്ദേഹം പറഞ്ഞു ഒരു മുസ്ലിം സഹോദരൻ നമ്മളെ വീട്ടിൽ വന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഒരു വർഷം മുമ്പ് ചന്ദ്രികയിൽ വന്ന വാർത്തയാണ്, ഇതൊന്ന് വായിക്കാം. ചെറായിലെ വഖഫ് ഭൂമി സംരക്ഷിക്കണം മഹല്ല് കൂട്ടായ്മ. ഇത് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാം. അദ്ദേഹം ചിലപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ വായിച്ചിട്ടുണ്ടാവില്ല. ഇത് നമ്മൾ ചെറിയ കുട്ടികളെ കഷായം കുടിപ്പിക്കാൻ വേണ്ടി പഞ്ചസാര തൊട്ട് കൊടുക്കൂല്ലേ, അതുപോലെ അങ്ങേപോലെ വളരെ പക്വമതിയായ ഒരാൾ വന്ന് ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ പറയരുത്. ഒരെണ്ണം കൂടിയുണ്ട്, ഇതിൻ്റെ തൊട്ട് താഴെ മുസ്ലിം സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അതും വേണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് തരാം. അത് ചെറായി വഖഫ് ഭൂമി പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണം, അതും ഇവിടെയുണ്ട്. ഇദ്ദേഹം പറയുന്നത് ഇവിടെ ഒരു മുസ്ലിം സഹോദരൻ വന്നില്ല. ശരിയാണ് സഹോദര, ഇവിടെയുള്ള ഞങ്ങളുടെ മതസൗഹാർദ്ദം തകർക്കാൻ ഇവിടെയുള്ള ആളുകൾക്ക് താല്പര്യമില്ലെന്നേ. നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ പറയുന്നത് ഇവിടെ മതസൗഹാർദ്ദം തകർന്നു എന്ന്. ഇവിടെ യാതൊരു മതസൗഹാർദ്ദത്തിന് പ്രശ്നമില്ല. ഞങ്ങളുടെ ഈ സമരം, ഞങ്ങൾ നടത്തുന്ന ആ സമരപന്തലിന് മുമ്പിൽ താങ്കൾക്ക് അറിയുമെന്നറിയില്ല, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ആ ദർശനങ്ങളാണ് ഞങ്ങൾ നയിക്കുന്നത്. പക്ഷേ ഒന്നോർത്തോ, ഭഗത് സിംഗും ഇന്ത്യൻ സമരചരിത്രത്തിൽ ഉണ്ടായിരുന്നെന്ന് ഓർത്തോ. അത് ഒരു താക്കീതായിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാം. ശ്രീ അനിത, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ശ്രീ മുജീബ് പറയുന്നത് ഒരാൾ പോലും നിങ്ങളോടത്ത് നിങ്ങളുടെ ഭൂമി വഖഫ് ഭൂമിയാണെന്നുകൊണ്ട് തിരിച്ചു പിടിക്കാൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത് ചന്ദ്രികയിൽ വന്നല്ല, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഈ നവംബർ 21 വന്നിട്ടുള്ള വാർത്തയാണ്. കേരള ഗവൺമെന്റ് ഷുഡ് റീക്ലെയിം വഖഫ് ലാൻഡ് സേസ് പ്രൊട്ടക്ഷൻ പാനൽ. ആ കേരള വഖഫ് സംരക്ഷണ സമിതി നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിന്റെ ഫോട്ടോ അതിലുണ്ട്. ഈ ഫോട്ടോയിൽ ഇരിക്കുന്നത് ഈ മുജീബ് റഹ്മാനാണ്. ഈ ചർച്ചയിൽ നമ്മളോട് സംസാരിക്കുന്ന മുജീബ് റഹ്മാനാണ് വഖഫ് സംരക്ഷണ സമിതിക്ക് വേണ്ടി പത്രസമ്മേളനം നടത്തിയിട്ട് വഖഫ് ഭൂമി തിരിച്ചുപിടിക്കണമെന്ന് കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ആ മനുഷ്യൻ ഇവിടെ വന്നിട്ട് നിങ്ങളോട് പറയാണ് ഞങ്ങൾ ആരും നിങ്ങളുടെ ഭൂമി തിരിച്ചുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല.